നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ നഗരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളവിന്റെ പൂരമാണ്. കള്ളന്മാരെയും ഗുണ്ടകളെയും കൊണ്ട് ഈ വേദാ നഗരം പൊറുതിമുട്ടി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് കമ്പികളാണ് കൂടുതലും കളവ് പോകുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതാണ് ഈ വേദാ സിറ്റിയിലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാൻ കാരണം. എടോ ഭീംസിംഗേ, കൊള്ളാലോ. ഭയങ്കര ബുദ്ധിയാ നിനക്ക്. എന്നും ഇങ്ങനെ ഉണ്ടാകണം. എന്തായാലും കൊള്ളാം. നമ്മളെ വീട്ടിൽ കറണ്ട് പോയിട്ടില്ല. ഓ, നിങ്ങൾ പറഞ്ഞതുപോലെ കറന്റും പോയി. എനിക്കിപ്പോ ശിവയെ കുറിച്ച് ഓർത്ത പേടി. I can see you. നീ ടോർച്ച് എന്തെങ്കിലും കണ്ടോ? ഇല്ല ശിവ, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിന്റെ കാര്യം എന്താ? നീ എന്തെങ്കിലും കണ്ടോ? ഇതുവരെ ഞാൻ ആരെയും കണ്ടില്ല. ചിലപ്പോ ആ കള്ളന്മാർക്ക് മനസ്സിലായി കാണും ഈ ആദ്യം കൂട്ടുകാരും അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ഏരി, ഫോൺ കട്ട് ചെയ്തിട്ട് പണിയെടുക്കാൻ നോക്ക്. നിന്റെ പൊസിഷൻ ഇപ്പൊ എന്താ? ശിവോ, അഥവാ ഞാൻ കള്ളന്മാരെ കാണുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇൻഫോം ചെയ്താ മാത്രം മതി. പക്ഷെ നീ വേഗം വരണം കേട്ടോ. എനിക്ക് കള്ളന്മാരെന്ന് വെച്ചാ ഭയങ്കര പേടിയോ. നിനക്ക് പെട്ടെന്ന് പേടി വരുമ്പോ നീ എന്റെ പേര് പറഞ്ഞാ മതി. കള്ളന്മാരൊക്കെ പെട്ടെന്ന് ഓടിക്കളയും. ശിവ, അവിടെ നോക്ക്. എന്റെ വീടിന്റെ പുറകെയുള്ള ടവറില് ആരോ ഒരാള് കേറിക്കൊണ്ടിരിക്കാണ്. വേഗം വാ. ഞാൻ വരാം. നിങ്ങൾ എല്ലാവരും ടവറിന്റെ അടുത്തേക്ക് വരൂ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹലോ ഹലോ, കള്ളന്മാരെ കുറിച്ച് വിവരം അറിഞ്ഞോ? ഞാനിത് എത്തിക്കഴിഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ രേവയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ വേഗം വന്നോളാം. എന്താ ഉത്തരത്തിന് ഷോർട്ട് കട്ടാ? ഏടാറാം, വണ്ടി വേഗം മുകളിലേക്ക് അങ്ങോട്ട് വിട്ടേ. ഓക്കെ സാർ. എടാറാം, ഇങ്ങോട്ടാണോ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്? എടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതല്ലേ. തനിക്ക് എന്നെക്കാളും ബുദ്ധി ഉണ്ടല്ലോ. എടാറാം, എന്താ സാർ? നമ്മളിഞ്ഞ് എങ്ങനെ താഴേക്ക് പോക? കൊള്ളാലോ. ഇന്നെന്തായാലും നമുക്ക് കുറെ വയറ് കിട്ടിയിട്ടുണ്ട്. ഇത് വിറ്റ ഒരുപാട് പണം കിട്ടും. വാ, നമുക്ക് വേഗം പോകാം. നിങ്ങൾ ഈ നട്ടുപാതിരക്ക് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ പേരാണ് പപ്പുബായ്. ഈ പപ്പുബായ് ചെന്ന് വയറൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കറണ്ട് പോകുന്നത് പോലെ പിന്നെ ഈ പപ്പുബായിനെയും കാണില്ല. എന്നെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല. വീട്ടിലേക്ക് പോ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത്. എന്റെ പേര് ശിവ. ഞാൻ നിങ്ങൾ ഒരിക്കലും മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. നീ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാന്ന് കരുതി. പക്ഷെ നിന്റെ കുരുത്തക്കേടിന് ശരിക്കുള്ള ശിക്ഷ തന്നാലേ മതിയാകൂ. ഇപ്പൊ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ശിവ.
എടോ മണ്ടന്മാരെ, പേടിക്കല്ലേ. ഞാനൊരു പ്രേതോ പിശാചോ അല്ല. ഞാൻ ഒരു ഇലക്ട്രോമാൻ ആണ്. ഇലക്ട്രോമാൻ. അതെ, നിങ്ങളുടെ ആ പഴയ കൂട്ടുകാരൻ പപ്പുബായ്. ഇപ്പോഴെനിക്ക് ഒരുപാട് ശക്തിയാ കിട്ടിയിരിക്കുന്നേ. അപ്പൊ പപ്പുബായ് എന്നുള്ള പേര് ശരിയാവില്ല. ഇന്ന് മുതൽ എന്റെ പേരാണ് ഇലക്ട്രോമാൻ. എന്റെ ശക്തിയുടെ ചെറിയൊരു ഉദാഹരണമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്റെ വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ സമയമായിരിക്കുന്നു. ഞാൻ ഈ വേദാ നഗരത്തിലെ മുഴുവൻ പണവും ഞാൻ കൈക്കലാക്കി വലിയ പണക്കാരനാവും. നിങ്ങൾ കണ്ടോളൂ. ഞാനാണ് ഇലക്ട്രോമാൻ. എന്റെ ശക്തി ഉപയോഗിച്ച് നിന്നെയൊക്കെ വലിച്ചെറിയാനാകും. ദൂരത്തേക്ക് വലിച്ചെറിയാനാകും. വേഗം ബാങ്കിലുള്ള പണം മുഴുവനും ഇങ്ങോട്ടേക്ക് എടുക്കൂ. ഇലക്ട്രോമാൻ വേദാ നഗരം മുഴുവനും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബാങ്ക് കൊള്ളകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നാൾക്ക് നാൾ ഇവന്റെ അഹങ്കാരവും കൂടുന്നു. എനിക്ക് തോന്നുന്നത് ഇത് സാധാരണക്കാരനല്ല, ഇത് ഒരു ഏലിയനാ. ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുക. ഭൂമി മുഴുവനും അവര് സ്വന്തമാക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാ സംഭവിക്കാൻ പോണേ. അത് ഏലിയനല്ല, അത് പപ്പുവായടാണ്. അവനാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. അന്നത്തെ ആക്സിഡന്റിന് ശേഷം അവൻ എങ്ങനെയാ കറന്റ് മാൻ ആയിട്ട് മാറിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതായത് അവൻ ഇലക്ട്രോമാനായി മാറി. ഇനി അവനെ പിടിക്കാൻ പോലീസിനും ബുദ്ധിമുട്ടാണ്. ശിവ, ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പോയാൽ ഈ വേദ നഗരം മുഴുവനും ഇവൻ നശിപ്പിക്കും. നമുക്ക് സാധാരണയായിട്ട് ഇലക്ട്രോമാനെ തടയാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ഞാനൊരു സ്പെഷ്യൽ ഗ്ലൗസ് ആൻഡ് ഷൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ കറണ്ട് പാസ്സാവില്ല. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും തയ്യാറാണ്. ഇന്ന് രാത്രി പെട്രോളിംഗ് നമുക്ക് തുടങ്ങാം. എന്റെ പരിധിയിൽ മോഷണമോ? ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. Handsome. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ പോയാൽ, അല്ല ഇതിപ്പോ എവിടുന്ന ഒരു വല വന്നിരിക്കുന്നത്? താൻ ആരാന്ന് പറ. താൻ എവിടുന്നാ വന്നിരിക്കുന്നത്? എന്താ തനിക്ക് വേണ്ടത്? ഇറക്ക്, താഴേക്ക് ഇറക്ക്. ഞങ്ങളെ താഴേക്ക് ഇറക്കാൻ. എന്റെ പാന്റ് താഴെ പോയി. പറയൂ, നീ എന്തെങ്കിലും പറ.
എന്തോന്ന് പറയാൻ പറ്റില്ല. എന്റെ എല്ല് ഒടിഞ്ഞു പോയില്ലേ. മര്യാദക്ക് പറയാനാ പറഞ്ഞ. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ പോകാൻ അവിടെയുള്ള ആൾക്കാർ പറയും മോഷ്ടിക്കാത്ത കാരണം ലഡ്ഡു സിംഗ് വരുമെന്ന്. ലഡ്ഡു സിംഗിന്റെ പേര് അത്രയും ഫേമസ് ആണ്. ലഡ്ഡു സിംഗിന്റെ പേര് കേട്ടത്ര എല്ലാവരും വിറച്ചു ഓടിക്കളയും. ഇലക്ട്രോമാൻ, നിന്നേക്കാളും ബലം കുറഞ്ഞവരുടെ അടുത്ത് ബലം ഉപയോഗിക്കുന്നത് തെറ്റാണ്. നീയോ? നീ വീണ്ടും വന്നിരിക്കുന്നോ? നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ ഇലക്ട്രോമാൻ ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ ആരാണെന്ന് നിനക്ക് പഠിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം മോനെ ശരിയാക്കി തരാം ഞാൻ. ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. ഇന്ന് ഞാനല്ല, നീയായിരിക്കും ഓടുന്നത്. പിന്നെ ഞാൻ ചേസ് ചെയ്യും നിന്നെ. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാ. സാറേ, എന്റെ അഭിപ്രായത്തിൽ സാറ് വേഗം ചെന്ന് നമ്മുടെ ശിവനെ രക്ഷിക്കാൻ നോക്ക്. എടാ റാം, വേണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോ വേണമെങ്കിലും ശിവനെ രക്ഷിക്കും. പക്ഷെ ഇന്ന് ശിവ കുറിച്ച് പഠിക്കാനുണ്ട്. അവൻ പഠിക്കട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരെന്ത് പഠിക്കാനുണ്ടോ? എന്താ ഇലക്ട്രോമാൻ, ഇപ്പൊ എങ്ങനെയുണ്ട്? ബാജ് കടിച്ചിരുന്നാ പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. അടിപൊളി. അടിപൊളി ശിവ. ശിവ, നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്ന്? ഞാൻ അവനെ പിടിക്കാൻ പോവായിരുന്നു. ശ്ശേ, ഇനി ഞാൻ അവനെ പിടിച്ചോളാം. വരൂ. വരൂ. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? എന്നെ കണ്ട് പേടിച്ചവൻ ഓടി. അല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴും പിടിച്ചേനെ. ഇതെന്താ ഒരേ സമയത്ത് ഇത്രയും ഫോൺ കോള്? ഹലോ ഹലോ. ഓഹോ, പിന്നെ മോഷണമോ? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇലക്ട്രോമാൻ വീണ്ടും മോഷ്ടിച്ചു എന്നോ? അതും ഡയമണ്ട്സ് മോഷ്ടിച്ചു എന്നോ? ഈ ഇലക്ട്രോമാനെ ഞാനിപ്പോ എങ്ങനെ പിടിക്ക? എനിക്കൊരു പിടുത്തൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? സാർ, എന്റെ സാറെന്തിനാ ആലോചിക്കുന്നത്? വേഗം ശിവനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ. അവന് മാത്രല്ല കള്ളനെ പിടിക്കാൻ പറ്റുമോ? അവന് മാത്രോ? താൻ എന്തായി പറയുന്നത്? ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഉള്ളപ്പോൾ ഒരു കള്ളനെ പിടിക്കാൻ ഞാൻ മാത്രം മതിയടോ? അങ്ങനെ പറയാൻ തനിക്ക് എങ്ങനെ തോന്നി? വേണ്ട, എന്നെ കടിക്കല്ലേ. ഏടോ, ഞാൻ ശിവയുടെ കൂട്ടുകാരനാണ്. ശിവ, ഇതിനോട് കടിക്കില്ലെന്ന് പറ. ഇതിനെ വിളിക്ക, വേഗം വിളിക്ക. ഓക്കേ, മിണ്ടാതിരിക്ക്. ഞാൻ എങ്ങനെ മോളിലേക്ക് കേറാനാ? എന്റെ അമ്മോ, നിങ്ങളൊക്കെ എത്രയും മോളിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയുന്നില്ല. ഇവിടെ ഇരുന്ന വേദനഗരം മുഴുവനും കാണാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ? അല്ല, അങ്കിൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ആ ഇലക്ട്രോമാനെ പിടിച്ചോ? ഇല്ല ശിവ, അവൻ എന്നെ കണ്ട് പേടിച്ച് ഓടിക്കളഞ്ഞു. എന്ന് വെച്ച് നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ കുടുക്കിയേ പറ്റൂ. ഹാ, ഇതേ കാര്യം തന്നെ ഞാനും ആലോചിച്ച്. പക്ഷേ നമ്മൾ എങ്ങനെ അവനെ കൊടുക്കും? സർ, അവന് ഡയമണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. നമുക്ക് അവന് വേണ്ടി ഒരു ഡയമണ്ട് എക്സിബിഷൻ നടത്തിയാലോ? കലക്കി. ഇത് തന്നെ ഞാനും നേരത്തെ ആലോചിച്ച്. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുപോലെ തന്നെ ആലോചിക്കുന്നത്. ആ ഡയമണ്ട് കണ്ട് അവൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും മോഷ്ടിക്കാൻ വരും. ആ സമയത്ത് നമുക്ക് അവനെ പിടിക്കാം. അവനെ കൊടുക്കാൻ പറ്റിയ തന്ത്രം തന്നെ. ഇതാണ് ഏറ്റവും നല്ല ഐഡിയ. ശിവ, നിനക്ക് എന്നെ പോലെ നല്ല ബുദ്ധിയും ധൈര്യവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും നിന്നെ കൂടെ വെച്ചോണ്ടിരിക്കാൻ ആലോചിച്ചോണ്ടിരിക്കാണ്. ആ, ഹലോ സെക്യൂരിറ്റി അണ്ണന്മാരെ, ഒരു ഭാഗത്തേക്ക് മാറി നിന്നാല് ഞാൻ ആ ചുവന്ന വൈരം എടുത്തുകൊണ്ട് പോയേനെ. വേഗം മാറൂ.
ഓഹോ എന്താ ഇത്? ഇലക്ട്രോമാന്റെ പുറത്ത് ലേസറിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് എവിടെയും ധൈര്യമായി കേറിച്ചല്ല. ലഡു സിംഗ് അങ്കിൾ, പ്ലാൻ ബി. യെസ് യെസ്, പ്ലാൻ ബി. ശിവ പറഞ്ഞതുപോലെ ഞാനത് ചെയ്യാൻ പോവാണ്. വളരെ നല്ലത്. ഇലക്ട്രോമാൻ, എന്റെ ഈ പേര് ലഡ്ഡു സിംഗ് എന്ന് വെറുതെ അല്ല ഫേമസ് ആയത്. ഈ പ്രാവശ്യം ഞാൻ നിന്നെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. ഇനി നീയും നിന്റെ കൂട്ടുകാരനും ജയിലിനകത്തുള്ള ആൾക്കാർക്ക് ചോറും കറിയും നന്നായി വെച്ച് കൊടുക്കേണ്ടി വരും. ഇല്ല, ഒരിക്കലുമില്ല. പപ്പു, ഇവിടെ നോക്ക്. നിന്റെ റെഡ് ഡയമണ്ട് പറ്റുമെങ്കിൽ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചോ. കൂട്ടുകാരെ, ആ ചെറുക്കനെ പെട്ടെന്ന് പിടിക്ക. ഓ, വേഗം പിടിക്ക. റെവോ, അത് ഈയിടെ വേഗം നാഷണൽ ഗാരേജിലേക്ക് വരൂ. ശിവ, ഓടുന്നത് എന്തിനാ? വന്ന് ഫൈറ്റ് ചെയ്യേ. മര്യാദയ്ക്ക് ആ വൈരക്കല്ല് തന്നേക്ക്. ഞാൻ നിന്നെ വെറുതെ വിടാം. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് പെട്ടെന്ന് എന്നെ കാലപുരിക്കയക്കും. നിന്റെ വാചകം ഒന്ന് മതിയാക്ക. ഞാൻ നിന്നെ വെറുതെ വിടില്ല ശിവ. എന്റെ പദ്ധതികൾ മുഴുവനും നീ ഒരുത്തനാണ് പൊളിച്ചത്. വിടില്ല ഞാൻ. അത് ഈയിടെ റെവോ. ശിവ, ഈ ഇലക്ട്രോമാന്റെ കയ്യിൽ നിന്ന് നീ ഇന്ന് ആർക്കും രക്ഷിക്കാനാവില്ല. ഞാൻ നിനക്ക് തരാൻ പോകുന്ന പൂരം ഒരിക്കലും നീ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിന്റെ കഥ കഴിക്കും. നോക്കിക്കോ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത്. ശിവ എന്നാണ് എന്റെ പേര്. ശിവ. ശിവ, ഇന്നാ. കലക്കി ശിവ. അവൻ അവിടെ തന്നെ കറങ്ങട്ടെ.
ഞാൻ അങ്ങോട്ട് ചെന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്തോളാം. ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്പെക്ടർ വായുവിൽ ഒരു കള്ളനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ശരിക്കും എന്റെ ഈ പേര് 50 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരക്കും. ജനങ്ങളൊക്കെ എന്നെ ഓർമ്മിക്കും. കഥകളിലും പേപ്പറുകളിലും ഈ ലഡ്ഡു സിംഗിനെ പോലെയുള്ള ഒരു പരാക്രമശാലി വേറെ ഒരു ഇൻസ്പെക്ടറും ഉണ്ടാവില്ല എന്ന്. ലഡ്ഡു സിംഗ് അങ്കിൾ താഴെ വരൂ. അവിടെ നിന്ന് സംസാരിക്കാൻ സമയമില്ല. വെള്ളം ഇപ്പൊ തീരെ പോവാണ്. എന്താ പറഞ്ഞേ? ശിവ, ഇതാ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ വേദാ സിറ്റിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നീ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലഡ്ഡു സിംഗ് സാർ, ഇലക്ട്രോമാനെ എങ്ങനെയാണ് പിടിച്ചത്? അതിന് എന്ത് മാർഗമാണ് നിങ്ങൾ ഉപയോഗിച്ചത്? മടിക്കാതെ പറഞ്ഞോളൂ സാർ. ശിവ, നീ വീട്ടിലേക്ക് ചെല്ല്. നിന്റെ മുത്തശ്ശി അവിടെ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ചെല്ല്, വീട്ടിലേക്ക് പോ. ഓക്കെ അങ്കിൾ, ബൈ ബൈ. അങ്കിളുടെ സഹായത്തിന് നന്ദി. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ആ ഇലക്ട്രോമാനോട് പറഞ്ഞത് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. അത് കേട്ടതോടെ അവനങ്ങ് പേടിച്ചു പോയിന്നേ. എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്ക്, എന്റെ ഫോട്ടോ എടുക്കണോ?